ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 50 വായിച്ചുകൊണ്ടിരുന്നത്. വത്സാസുരനെ വധിച്ചു ഭഗവാൻ. വലിച്ച് മരത്തിൽ ചുഴറ്റി എറിഞ്ഞ് വധിച്ചിട്ട് പുഷ്പങ്ങളെല്ലാം ദേവന്മാർ അർച്ചിച്ചു. അപ്പോൾ പൂമഴ പോലെ ബാലന്മാർ ചോദിച്ചു, ഇതെന്താ? അപ്പോൾ പറഞ്ഞു, ഈ മരത്തിൽ തട്ടിയപ്പോൾ എടുത്തെറിഞ്ഞ് തട്ടിയപ്പോൾ അത് മുകളിലേക്ക് പുഷ്പങ്ങൾ പോയിട്ട് തിരിച്ച് താഴേക്ക് വന്നതാണെന്ന് ഭഗവാൻ അവിടെ തമാശയായിട്ട് ബാലന്മാരോട് പറഞ്ഞു. ഗോപന്മാർ ചോദിച്ചപ്പോൾ. നമുക്ക് 7ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപന തനയാപാദ പാതും ഗദാ ഭവദാദയ ചലിതഗരുദം പ്രേഷാമ അസുരഭകം ഖലു വിസ്മൃതം ക്ഷിതിധര ഗരുച്ഛേദേ കൈലാസശൈലം ഇവാപരം. ക്വചന ദിവസേ ഭൂയോ ഭൂയസ്തരേ പരുഷാതപേ തപന തനയാപാദ പാതും ഗദാ ഭവദാദയ ചലിതഗരുദം പ്രേഷാമ അസുരഭകം ഖലു വിസ്മൃതം ക്ഷിതിധര ഗരുച്ഛേദേ കൈലാസശൈലം ഇവാപരം. ഇവിടെ പൊരിഞ്ഞ വേനൽക്കാലത്ത്, നല്ല ചൂടുള്ള പൊരിഞ്ഞ അത്രമാത്രം കഠിന വേനൽക്കാലത്ത് ഒരു ദിവസം ദാഹശമനത്തിനായി വെള്ളം കുടിക്കാൻ കാളിന്തിയിലേക്ക് പോയ കൃഷ്ണനും കൂട്ടരും പർവ്വതങ്ങളുടെ ചിറക് വെട്ടുമ്പോൾ വിട്ടുപോയ മറ്റൊരു കൈലാസമോ എന്ന് തോന്നുമാറ് ചിറകുകൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന ബകാസുരനെ കണ്ടു. ഇവിടെ വത്സാസുരനെ വധിച്ചപ്പോൾ അടുത്ത ബകാ അസുരനാണ് വന്നേക്കുന്നത്. എങ്ങനെയാ? ഒരു കൊറ്റിയുടെ രൂപത്തിൽ, കൊക്കായി കൊറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കൈലാസമാണെന്ന് തോന്നുന്നു. അത്ര പർവ്വതം പോലത്തെ ഒരു കൊക്ക്. ചിറക് ഇരിക്കുമ്പോൾ ചിറക് കാണത്തില്ലല്ലോ, വെട്ടിക്കളയുന്ന പോലെ ഇരിക്കുമല്ലോ. അവ പറക്കുമ്പോഴല്ലേ ചിറക് വരൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു കൈലാസമാണോ എന്ന് തോന്നുമാറ് ഇരിക്കുന്ന ഒരു ബകാസുരനെയാണ് കണ്ടു. ചിറകുകൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന ബകാസുരനെ കണ്ടു. കൊറ്റിയുടെ രൂപത്തിൽ ബകാസുരൻ ചിറകുകൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതായി കൃഷ്ണാദികളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. കൃഷ്ണൻ്റെയും മറ്റു കൂട്ടരായ ഗോപികമാരുടെയും ഗോപികളുടെയും എല്ലാം കൂട്ടുകാരുണ്ടല്ലോ, അവരെല്ലാം കണ്ടു. കൃഷ്ണനും കണ്ടു, മറ്റു കുട്ടികളും കണ്ടു. ഈ കൊറ്റിയുടെ രൂപത്തിൽ, അത് ഒരു കൊക്കിൻ്റെ രൂപമാണെങ്കിലും പർവ്വതം പോലെ അത്രയും വലുതാണ്. അങ്ങനെ ബകാസുരൻ ചിറകുകൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നതായി കണ്ടു. കൃഷ്ണനും മറ്റു കൂട്ടരും കണ്ടു. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 8. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തം അഭിദ്രുത സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനരുദ്രുതം ഉദ്വമൻ ദലയിതും അകാൽ ത്രോഡ്യാ കോഡ്യാ തദാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുച്ഛഞ്ചു പ്രഗൃഹ്യ ദദാരതം. പിബതി സലിലം ഗോപവ്രാതേ ഭവന്തം അഭിദ്രുത സകില നിഖിലൻ അഗ്നിപ്രഖ്യം പുനർദ്രുതം ഉദ്വമൻ ദലയിതും അകാൽ ത്രോഡ്യാ കോഡ്യാ തദാശു ഭവാൻ വിഭോ ഖലജനഭിതാ ചുഞ്ചുച്ഛഞ്ചു പ്രഗൃഹ്യ ദദാരതം. ഗോപബാലന്മാർ വെള്ളം കുടിക്കുന്നതിനിടയിൽ ആ ബകാസുരൻ കൃഷ്ണൻ്റെ നേരെ ചാടി വീണു അങ്ങയെ കൊത്തി വിഴുങ്ങി. അതായത് ഇവിടെ ഭട്ടതിരിപ്പാടാണ് പറയുന്നത്. ഇവിടെ കൃഷ്ണൻ എന്നല്ല, അങ്ങയുടെ എന്നാണ്. അപ്പം ഭഗവാൻ ഗുരുവായൂരപ്പനോട് എല്ലാം ആരാ ഇതൊക്കെ പറയുന്നത്? ഈ കാര്യങ്ങളെല്ലാം ഭട്ടതിരിപ്പാടാണല്ലോ. അപ്പോൾ ഗോപബാലന്മാർ വെള്ളം കുടിക്കുന്നതിനിടയിൽ ആ ബകാസുരൻ ഭഗവാന്റെ, അങ്ങയുടെ നേരെ ചാടി വീണു അങ്ങയെ കൊത്തി വിഴുങ്ങി. ഭഗവാൻ ഗുരുവായൂരപ്പനെ ആ കുട്ടിനാളിൽ കൃഷ്ണൻ ഇവിടെ പശുക്കളെ മേയ്ക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പോയപ്പോൾ തീക്കട്ട പോലെ ചുട്ടുപൊള്ളിയപ്പോൾ, അപ്പോൾ ഭഗവാൻ എപ്പോഴും അഗ്നി പോലല്ലേ, ആദിത്യ ഭഗവാൻ മഹാവിഷ്ണു ആണല്ലോ. അപ്പോൾ ഭഗവാൻ വിചാരിക്കുമ്പോൾ അത്രമാത്രം പൊള്ളുന്ന രീതിയിലാവും. അപ്പോൾ ഈ
ഭഗവാനെ എടുത്ത് വിഴുങ്ങിയപ്പോൾ തീക്കട്ട പോലെ ചുട്ടുപൊള്ളി അവൻ്റെ ഉള്ളം എല്ലാം ഈ കൊറ്റിയുടെ. അപ്പോൾ ഉടനെ കക്കിയിടുകയും പിന്നെ കൊക്കിൻ്റെ അറ്റം കൊണ്ട് കൊത്തി കീറാൻ തുനിയുകയും ചെയ്തു. എങ്ങനെയായാലും വധിക്കണമല്ലോ ഭഗവാനെ, അതുകൊണ്ട് കക്കിയിട്ടു പൊള്ളിയപ്പോൾ. എന്നിട്ട് കൊറ്റി എന്ത് ചെയ്തു ബകാസുരൻ? ചുണ്ടുണ്ട്, കാരണം അത്ര വലിയ ചുണ്ടല്ലേ, കൊറ്റിയല്ലേ. അങ്ങനെ ആ ഭഗവാനെ കൊത്തി കീറി കൊല്ലാൻ ശ്രമിച്ചു. ഭഗവാനെ നിന്തിരുവടി എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഭഗവാനെ നിന്തിരുവടി, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനാണ് ഭഗവാൻ. ആ ഭഗവാനെയാണ് ആ ബകൻ ഇങ്ങനെ കുത്തിക്കീറാൻ ശ്രമിക്കുന്നത്. ദുഷ്ടന്മാരെ എങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാനുള്ള അത്രമാത്രം അതിബുദ്ധിയും സമർത്ഥനുമാണ് ഭഗവാൻ നാരായണൻ. അങ്ങനെ നശിപ്പിക്കുന്നതിൽ സമർത്ഥനായ അങ്ങ് വേഗം അതിൻ്റെ കൊക്ക് രണ്ടും കടന്നു പിടിച്ച് രണ്ടായി ചീന്തി അവനെ കൊന്നു. അപ്പോൾ ഈ കൊക്കൊണ്ടാണല്ലോ കൊത്തിക്കീറാൻ ചെന്ന് ഭഗവാന്. കൊക്ക് രണ്ടും അങ്ങോട്ട് പിടിച്ച്, രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കീറി ചീന്തി അവനെ കൊന്നു. അപ്രകാരം ദുഷ്ടഹന്താവായ കൃഷ്ണൻ ബകാസുരനെ നിഗ്രഹിച്ചു. അപ്പോൾ വത്സാസുരൻ പശുക്കിടാവായിട്ട് വന്ന് അവനെയും വലിച്ച് എറിഞ്ഞു കൊന്നു. ഈ കൊറ്റിയായി വന്ന് ബകാസുരനെയും ഭഗവാൻ വധിച്ചു. 9-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 9. സപതി സഹജാം സന്ത്രഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജം അഹം അപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതും ഏവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഗേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാൽ ഗൃഹം അയ്യഥാ സപതി സഹജാം സന്ത്രഷ്ടും വാ മൃതാം ഖലു പൂതനാം അനുജം അഹം അപ്യഗ്രേ ഗത്വാ പ്രതീക്ഷിതും ഏവ വാ ശമനനിലയം യാതേ തസ്മിൻ ബഗേ സുമനോഗണേ കിരതി സുമനോവൃന്ദം വൃന്ദാവനാൽ ഗൃഹം അയ്യഥാ. ഇവിടെ ഭട്ടതിരിപ്പാട് എന്താ പറയുക? മൃതയായി പോയ സോദരി, അതാ പൂതന. കണ്ണൻ കുഞ്ഞായിരുന്നപ്പോൾ വിഷമുല കൊടുത്ത് കൊല്ലാൻ വന്നല്ലോ. അന്ന് കുഞ്ഞ് പൂതനയെ നിഗ്രഹിച്ചു വിട്ടു. അങ്ങനെ ആ മരിച്ചുപോയ സോദരി, അതായത് മൃതിയായി പോയ സോദരി പൂതനയെ, ഇവരെല്ലാം സഹോദരങ്ങളാണ് ഈ ബകനും ഒക്കെ. അപ്പോൾ പൂതനയെ വേഗം ചെന്ന് കാണുന്നതിനോ, കാരണം ഈ ബകനെ നിഗ്രഹിക്കുമ്പോൾ അവിടെ കാലപുരി പോകുമ്പം പൂതനയെ കാണാമല്ലോ, അതിനാ പറയുന്നത്. അതുകൊണ്ട് സോദരി, അത് പൂതനയെ വേഗം ചെന്ന് കാണുന്നതിനോ അതോ മുൻകൂട്ടി ചെന്ന് അനുജനായ അഘൻ്റെ വരവ് കാത്തു നിൽക്കുന്നതിനോ, കാരണം ഇനി അഘനെ കൂടെ കൊല്ലാനുണ്ട്, അഘാസുരവധം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുവാണ്, ഈ ബകൻ നേരത്തെ പോയ പൂതനയെ ചെന്ന് കാണാനാണോ വെപ്രാളം കൂട്ടി, അതോ അവിടെ ചെന്നിട്ട് കാലപുരി ചെന്നിട്ട് അഘൻ്റെ വരവും കാത്തു നിൽക്കുന്നതിനാണോ? അഘനെ ഇനി വധിക്കാൻ പോകുന്നതേ ഉള്ളൂ. അഘാസുരവധം ഇനി അടുത്ത 51-ാമത്തെ ശ്ലോകത്തിലാണ്. അതുകൊണ്ട് അഘൻ്റെ വരവ് കാത്തു നിൽക്കുന്നതിനോ അത് എന്തായാലും ബകൻ യമപുരിയിലേക്ക് തന്നെ പോയി. അപ്പോൾ ദേവകൾ പൂമഴ ചൊരിഞ്ഞത് ഏറ്റുകൊണ്ട് ഭഗവാൻ അങ്ങ് സ്വഗൃഹത്തിലേക്ക് പോയി. ഈ വന്ന 2 പേരെയും വധിച്ചു. ഒന്നാരാ? പശുക്കുട്ടിയായിട്ട് വന്നു നിന്നത് വത്സ അസുരൻ, അടുത്തത് ഈ ബകാസുരൻ കൊറ്റിയായിട്ട് വന്ന്. ഇവർ പൂതനെ അങ്ങ് ചെന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കാണാൻ തുരുക്കൂട്ടിയതാണോ അതോ അവിടെ ചെന്നിട്ട് ഇനി അഘാസുരൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കാനാണോ? എന്തായാലും കൊള്ളാം, ബകനും യമപുരിയിലേക്ക് തന്നെ പോയി. അങ്ങനെ ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു ഭഗവാന്റെ ശിരസിലേക്ക്. ബകാസുരൻ്റെ നിഗ്രഹത്തിൽ സന്തുഷ്ടരായ ദേവകൾ കൃഷ്ണൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ചെയ്തു. അതേറ്റ് ശ്രീകൃഷ്ണൻ വീട്ടിലേക്ക് പോയി. ഭഗവാന് സന്തോഷമായിട്ട് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തപ്പോൾ ശിരസിലെല്ലാം പുഷ്പങ്ങളൊക്കെ വന്ന് വീണ് അത് ഏറ്റുകൊണ്ട് അതും വാങ്ങിക്കൊണ്ട് ഭഗവാന്റെ വീട്ടിലേക്ക് പോയി. നമുക്ക് 10-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. ലളിത മുരളീനാദം ദുരാൽ നിശമ്യ വധൂജനേ ത്വരിത ഉപഗമ്യാരാൽ ആരൂഢമോദം ഉദേഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിര പ്രഥിത വസതേ ശൗരേ ദൂരീ കുരുഷ്വ മമ ആമയാൻ.
ലളിത മുരളീനാദം ദുരാൽ നിശമ്യ വധൂജനൈ ത്വരിതം ഉപഗമ്യാരാൽ ആരൂഢമോദം ഉദീക്ഷിത ജനിത ജനനീ നന്ദ ആനന്ദ സമീരണ മന്ദിര പ്രാർത്ഥിത വസതേ ശൗരേ ദൂരീകുരുഷ്വ മമാമയാൻ. നിന്തിരുവടിയുടെ സാന്നിധ്യത്താൽ പുകഴ്പെറ്റ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനേ ഗുരുവായൂരപ്പ, ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുവാണ്, ഭഗവാനേ പുകഴ്പെറ്റ അത്രമാത്രം ഗുരുവായൂർ എന്ന് വെച്ചാൽ അത്രമാത്രം കേഴുകേട്ട ക്ഷേത്രമാണ്. തിന്തിരുടെ സാന്നിധ്യം അത്രമാത്രം അവിടെ ഉണ്ടെന്നുള്ള പുകഴ്പെറ്റ ഗുരുവായൂർ ക്ഷേത്രം. വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഭഗവാനേ ഗുരുവായൂരപ്പ, മധുരമോഹനമായ അങ്ങയുടെ മുരളീരവം, അതായത് മുരളീനാദം, മുരളീരം വെച്ചാൽ ഓടക്കുഴൽ വായന, ദൂരെ നിന്ന് തന്നെ കേട്ട് വേഗത്തിൽ ഓടിക്കൂടിയ ഗോപാങ്കരമാർക്കും അങ്ങയുടെ, അതാണ്ട് ഭഗവാന്റെ വരവ് നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾക്കും ആനന്ദം നൽകുന്ന ശൗര്യേ. ഇപ്പോൾ ഭഗവാൻ ഭട്ടതിരിപ്പാട് പറയുന്നു, അത്രമാത്രം വേദന അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഭഗവാനോട് പറയുന്നു, മുരളീരവം കേൾക്കുമ്പോൾ ഗോപാങ്കന്മാർ ഓടി ഭഗവാൻ അടുക്ക വന്ന് സന്തോഷത്തോടെ നിന്ന് കാത്തു നിൽക്കുന്ന ആ മാതാപിതാക്കളോ അതിനേക്കാൾ ആനന്ദം നൽകുന്ന, അതാണ് ഇവിടെ ജനിത ജനനീ നന്ദ ആനന്ദ എന്ന് വായിക്കുന്നത്. അല്ല, നന്ദാനന്ദയല്ല, ജനിത ജനനീ നന്ദ ആനന്ദ സമീരണ മന്ദിര. അവിടെ ആനന്ദമാണ്. അപ്പോൾ ഇവിടെ അത്രമാത്രം കാത്തു നിൽക്കും കൃഷ്ണൻ ചെല്ലുന്നത് വരെ മാതാപിതാക്കൾക്ക് ആനന്ദം നൽകുന്ന ശൗര്യേ ഭഗവാനേ ഗുരുവായൂരപ്പ. അങ്ങനെയുള്ള നാരായണ, എന്താ ഭട്ടതിരിപ്പാട് വേദനിച്ച് പറയുന്നത്? എൻ്റെ ദുഃഖത്തെ മാറ്റി തരണമേന്ന്. എൻ്റെ വേദനകളും വിഷമങ്ങളും എൻ്റെ അസുഖങ്ങളും മാറ്റി തരണമേ, എൻ്റെ ദുഃഖത്തെ മാറ്റി തരണമേ. മറ്റുള്ളവർക്കെല്ലാം ആനന്ദം കൊടുക്കുന്നു ഭഗവാൻ. എന്നാൽ ഇവിടെ ഭട്ടതിരിപ്പാടിന് വേദന, വിഷമം. നമുക്കും അങ്ങനെ, നമ്മളും മനുഷ്യരല്ലേ, നമുക്ക് കൂടെ കൂടെ വിഷമങ്ങളുണ്ടാവും, കൂടെ കൂടെ സുഖം വരും. നമ്മുടെ വേദനകളും വിഷമങ്ങളെല്ലാം ഭഗവാനോട് പറയണം. ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ പറയണം. ഭഗവാനേ അതായത് ഗോപാങ്കന്മാർക്ക് ആനന്ദം കൊടുക്കുന്നു, മുരളി വായിച്ചു, അമ്മയ്ക്കും അച്ഛനും എല്ലാം അവിടെ കാത്തു നിൽക്കുന്നു, അവർക്ക് ആനന്ദം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ നമ്മുടെ വേദനയുണ്ടെങ്കിൽ വേദന ഉള്ളവർ പറയണം, വേദന ഇല്ലെങ്കിൽ സന്തോഷം പറയണം. ഭഗവാനേ ഞങ്ങൾക്കും ആനന്ദമാണ്, ഞങ്ങൾ ഭഗവാന്റെ കൃപ കൊണ്ട് ഇതുപോലെ നിൽക്കണമേ. നമ്മുടെ സുഖ എല്ലാ നന്മകളെല്ലാം മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അത് മുടങ്ങി പോകരുതേ. നമ്മൾ മുടങ്ങാതിരിക്കാൻ എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, നന്ദിയും പറയണം, എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. ദുഃഖവും ദുരിതമുള്ളവർ ഭഗവാനെ ദുഃഖം മാറ്റിത്തരണമേ എന്ന് പറയുക. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.